Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ഡിസംബർ 20 ശനിയാഴ്ച. 4 p.m. ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരവും സുതാര്യതയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നിയന്ത്രണ നിയമം ഷൂറ കൗൺസിൽ നാളെ ചർച്ച ചെയ്യും. 1998 നിയമത്തിന് പകരമായി കൊണ്ടുവരുന്ന ഈ ഭേദഗതി രാജ്യത്തെ 81 സ്വകാര്യ സ്കൂളുകളെയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ബാധിക്കും. പുതിയ നിയമപ്രകാരം സ്കൂളുകൾക്ക് ഇനി സ്വമേധയാ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ഇതിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മുൻകൂർ അനുമതി നിർബന്ധമാണ്. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 1,00,000 ദിനാർ വരെ പിഴയും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ തടവ് ശിക്ഷയും ലഭിക്കാം. 6 വയസ്സ് തികയുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് പ്രവേശനത്തിൽ ഇളവുകൾ നൽകുന്നതിനോടൊപ്പം സ്കൂളുകളുടെ പ്രവർത്തനം നിർത്തുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാത്ത രീതിയിലുള്ള പ്ലാൻ സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ്. ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും 1 വർഷത്തിനുള്ളിൽ പുതിയ ചട്ടങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ബഹ്റിൻ ദേശീയ ദിനവും MMT മലയാളി മനസ്സ് സംഘടനയുടെ 8ാം വാർഷികവും സ്നേഹസ്പർശം 2025 എന്ന പേരിൽ സിൻജ ലഹലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ആഘോഷിച്ചു. പ്രസിഡന്റ് ഫിറോസ് മാഹിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് രക്ഷാധികാരി ബഷീർ അമ്പലായി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ സാബു ചിറമേലിനെ ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് ചികിത്സാ സഹായവും പിതാവ് നഷ്ടപ്പെട്ട പ്രവാസി കുടുംബത്തിന് സാമ്പത്തിക സഹായവും കൈമാറി. സുധീർ തിരുനെല്ലത്ത്, ഫസൽ ബൈ, ബിനു ബിജു എന്നിവർ ആശംസകൾ നേർന്നു. മഹേഷ് കുഞ്ഞുമോൻ്റെ മിമിക്രിയും മിഥുൻ പാർവതി മേനോൻ എന്നിവരുടെ ഗാനമേളയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. എബുമോൻ യോഹന്നൻ സ്വാഗതവും ജീന നന്ദിയും പറഞ്ഞു. ജി ആനന്ദിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പരിപാടികൾ ഏകോപിപ്പിച്ചത്. ബഹ്റിൻ്റെ 54ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഈദുൽ വദൻ ആഘോഷങ്ങൾ സംഘടിപ്പിച്ച് KMCC ബഹ്റിൻ. മനാമയിൽ നടന്ന വിപുലമായ സാംസ്കാരിക സംഗമം ബഹ്റിൻ പാർലമെൻറ് അംഗം അഹമ്മദ് സബ അൽ സലൂം ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് പ്രസിഡന്റ് AP ഫൈസൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇൻഡോ അറബ് സംസ്കാരങ്ങൾ പ്രതിഫലിച്ച ചടങ്ങിൽ കുട്ടികൾ അവതരിപ്പിച്ച അറബിക് ഡാൻസ്, ഒപ്പന, ദഫ്മുട്ട് എന്നിവയും ഒലീവ് സാംസ്കാരിക വിഭാഗത്തിൻ്റെ കോൽക്കളിയും ശ്രദ്ധേയമായി. സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കാട്ടിൽപിടിക ആമുഖ പ്രഭാഷണവും മുൻ പ്രസിഡന്റ് കുട്ടൂസ മുണ്ടേരി ആശംസയും നേർന്നു. ഹുസൈൻ അൽ സലൂം ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര സ്വാഗതവും സലീം തളങ്കര നന്ദിയും പറഞ്ഞു. ബഹ്റിൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം പ്രവാസി അസോസിയേഷൻ റിഫ ഏരിയ കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. റിഫ IMC മെഡിക്കൽ സെന്ററിൽ നടന്ന ക്യാമ്പിൽ 100ഓളം പ്രവാസികൾ പങ്കെടുത്തു. KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ രക്ഷാധികാരി ബിജു മലയിൽ മുഖ്യാതിഥിയായിരുന്നു. ഏരിയ പ്രസിഡന്റ് സുരേഷ് ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ IMC പ്രതിനിധി നിഷയ്ക്ക് ഉപഹാരം കൈമാറി. ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ, മനോജ് ജമ്മാൽ, ജഗത് കൃഷ്ണകുമാർ തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. സാജൻ നായർ സ്വാഗതവും സുബിൻ നന്ദിയും പറഞ്ഞു. റിഫ ഏരിയ ഭാരവാഹികളായ ജമാൽ കോയിവിള, അനന്തു ശങ്കർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ബഹ്റിൻ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ സൗഹൃദ വേദി അൽ ഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൽമാബാദിലെ കോഹ്ജി ഒളിമ്പിക് ലേബർ ക്യാമ്പുകളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 300-ലധികം തൊഴിലാളികൾ പങ്കെടുത്ത ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഫ്രാൻസിസ് കൈതാരത്ത് നിർവഹിച്ചു. ചടങ്ങിൽ അജിത് കണ്ണൂർ അധ്യക്ഷത വഹിച്ചു. ബോബി പുളിമുട്ടിൽ സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ പരിശോധനകൾക്ക് പുറമെ കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും തൊഴിലാളികൾക്കൊപ്പം ദേശീയ ദിനം ആഘോഷിച്ചു. മണിക്കുട്ടൻ, സജി ജേക്കബ്, അൻവർ നിലമ്പ്, സയ്യിദ് ഹനീഫ്, മൻഷീർ കൊണ്ടോട്ടി, കാത്തു സച്ചിൻ ദേവ്, ജേക്കബ് തേക്കതോട് തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി.
ഇസാ ടൗൺ ക്യാമ്പസിൽ ബഹ്റിൻ ദേശീയ ദിനം വിപുലമായി ആഘോഷിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ പതാക ഉയർത്തിയതോടെയും ദേശീയ ഗാനാലാപനത്തോടെയും ആരംഭിച്ച പരിപാടിയിൽ ഖുർആൻ പാരായണവും നടന്നു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തങ്ങളും ബഹ്റിൻ്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും ആഘോഷിക്കുന്ന കവിതകളും ശ്രദ്ധേയമായി. സാംസ്കാരിക പരിപാടിയുമായി ബന്ധപ്പെട്ട അൽ ജൽവയുടെ പരമ്പരാഗത അവതരണവും നടന്നു. അധ്യാപകരെയും ജീവനക്കാരെയും അവരുടെ സമർപ്പണത്തിനും സേവനത്തിനും ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ ഭരണസമിതി അംഗങ്ങളും പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമിയും പരിപാടിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ 7 ആർട്സ് കൾച്ചറൽ ഫോറം രാജ്യത്തിൻ്റെ 54ാമത് ദേശീയ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ബിജു ജോർജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 7 ആർട്സ് പ്രസിഡന്റ് ജേക്കബ് തേക്കതോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആക്ടിംഗ് സെക്രട്ടറി ജയേഷ് താന്നിക്കൽ സ്വാഗതവും ട്രഷറർ തോമസ് ഫിലിപ്പ് നന്ദിയും പറഞ്ഞു. മനോജ് മയ്യന്നൂർ, ഇ വി രാജീവൻ, സോവിച്ചൻ ചേനാട്ടുശ്ശേരി, അബ്ദുൽ മൻഷീർ, സയ്യിദ് ഹനീഫ്, ജ്യോതിഷ് പണിക്കർ, ഡോക്ടർ സി ദേവി, വി സി ഗോപാലൻ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ലേഡീസ് വിംഗ് പ്രതിനിധികളായ അഞ്ജു സന്തോഷ്, മുബീന മൻഷീർ, അഞ്ജന വിനീഷ് എന്നിവരും വിവിധ മേഖലകളിൽ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകരും ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ബഹ്റിനിൽ ആയുർവേദ ചികിത്സാ രീതികളും വൈദ്യവിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ബഹ്റിൻ ചാപ്റ്റർ പ്രവർത്തനം ആരംഭിച്ചു. പ്രൊഫസർ ഫാത്തിമ അൽ മൻസൂരി ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ 45 ആയുർവേദ ഡോക്ടർമാർ പങ്കെടുത്തു. ശാസ്ത്രീയമായ ആയുർവേദ ചികിത്സയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാനും ഡോക്ടർമാരുടെ പ്രൊഫഷണൽ ഐക്യം ശക്തിപ്പെടുത്താനും സംഘടന മുൻഗണന നൽകും. ഡോക്ടർ ബിനു ജെ എബ്രാഹിം പ്രസിഡന്റ്, ഡോക്ടർ അജ്മൽ എം സെക്രട്ടറി, ഡോക്ടർ പ്രശോഭ് കെ പി ട്രഷറർ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ലേഡീസ് വിംഗ് ഭാരവാഹികളായി ഡോക്ടർ അതുല്യ ഉണ്ണികൃഷ്ണൻ ചെയർപേഴ്സൺ, ഡോക്ടർ ദേവി മുരളിദാസ് കൺവീനർ എന്നിവരെയും തെരഞ്ഞെടുത്തു. അഡ്ഹോക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബിനു ജെ എബ്രാഹിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ അജ്മൽ സ്വാഗതവും ഡോക്ടർ അതുല്യ നന്ദിയും പറഞ്ഞു. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.